ഷാനവാസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നമായിരുന്നു ലാലേട്ട. ഒന്നാമത് സ്ട്രെസ്സ്, പിന്നെ ഫുഡ് ശരിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വെറുതെ ഒരു കാര്യത്തിന് സ്ട്രെസ് ഓവർ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ആരൊക്കെയെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നെവിൻ, കിച്ചൺ ടീം എന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നെവിൻ. അക്ബർ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ആര്യനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയണം, ലാലേട്ടൻ നമ്മ എടുത്ത് ഷാനവാസ് ഇങ്ങോട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഷൗട്ട് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഷാനവാസ് അവിടെ വീണു. നിങ്ങൾ എത്ര സമയം കഴിഞ്ഞാണ് ഷാനവാസിനെ കൺഫെക്ഷൻ റൂമിൽ കൊണ്ടുപോയെന്ന് നിങ്ങൾക്ക് അറിയാമോ? പറയൂ, എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ കൊണ്ടുപോയത്? നമ്മൾ പറയുന്നുണ്ടായിരുന്നു ലാലേട്ട, പുള്ളി എണീക്കണില്ലായിരുന്നു, എണീക്കാന്ന് പറയുന്നുണ്ട്, അല്ലാതെ വരുന്നില്ലായിരുന്നെന്ന് നൂറയും അനുമോളും നമ്മുടെ ആദിലയും കൂടി പറയുന്നുണ്ട്. 8 മിനിറ്റ് 9 മിനിറ്റാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വഴക്ക്, ഒരാളെ പിടിച്ച് വലിക്കുന്നു, അടിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? 8-9 മിനിറ്റൊക്കെ ഒരാൾ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് അയാളെ കൺഫെക്ഷൻ റൂമിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞണൊക്കെ നിങ്ങൾ കൊണ്ടുപോകാതെ അവിടെ വെച്ചിരിക്കുന്നു. സുഖമില്ലാത്ത ഒരാളിനെ വിട്ടിട്ട് പോലും നിങ്ങൾ വഴക്കിടുന്നു. നിങ്ങൾ കാണണോ അവിടെ നടന്ന എന്തൊക്കെയാണെന്ന് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അന്ന് നടന്ന ആ ഒരു വഴക്ക് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ്? നിങ്ങൾ കണ്ടു നോക്കൂ എന്താ നടന്നതെന്ന്. അന്ന് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും വീഡിയോയിലൂടെ ബാക്കി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വഴക്കിനിടയിൽ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ പ്ലേ ചെയ്യുന്ന അവസരത്തിലാണല്ലോ ഇവർക്കും കാണാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നെവിൻ ഇത്രയും അഗ്രസീവായിട്ട് പെരുമാറാൻ കാരണം? ലാലേട്ടൻ, ഞാൻ ഇൻറ്റൻഷ്യലി അല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇൻറ്റൻഷ്യലി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്തത്? എന്താണ് അത് സംഭവിച്ചത്? ഇല്ല, വേറെ ആരും ഒന്നും പറഞ്ഞിട്ടല്ല ചെയ്തത്. പക്ഷേ എനിക്കറിയത്തില്ല, ഷാനവാസ് എപ്പം ഞാൻ എന്തെടുത്താലും എനിക്കെതിരെയാണ് വരുന്നതെന്ന് നെവിൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയെന്ന് നെവിൻ ലാലേട്ടനോട് പറയുന്നുണ്ട്. ഓരോ കണ്ടസ്റ്റൻറ്റിനോട് ഷാനവാസിനെ പറ്റി അന്ന് നടന്ന സംഭവത്തെ പറ്റിയും സംസാരിച്ച് അതിനുശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നെവിൻ ഇന്ന് എവിക്റ്റഡായി പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു തീരുമാനമുണ്ട്, അത് എന്നെ ആരും തടയത്തില്ല, അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് എവിക്ഷൻ ഒന്നും നടന്നില്ല, നാളെ ആയിരിക്കും എവിക്ഷൻ നടക്കുന്നത്. അപ്പം നെവിൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു തീരുമാനം എടുക്കുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഇന്ന് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്.